ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് DF എനർജി അപ്ഡേഷനാണ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ DFൻ്റെ എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് DM ഫിസിക്കൽ വേൾഡിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് DMന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ചുറ്റുപാടിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരികയും ആ ഉണ്ടാകുന്ന പെയിൻ, ആ ശാരീരികവും മാനസികവുമായിട്ടുള്ള പെയിൻ സോൾ ലെവലിൽ നമ്മളിലേക്ക് DFസിലേക്ക് എത്തുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് DFസിന് ബോഡി പെയിൻ ഉണ്ടാകുന്നു, ക്രൈയിങ് എനർജി വരുന്നു, നമ്മുടെ ജേണിയെ ഡൗട്ട് ചെയ്യുന്നു, സെൽഫ് ഡൗട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താണ് തിരിച്ച് ചെയ്യേണ്ടുന്ന പ്രതിവിധി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് മിറർ ചെയ്യുമ്പോൾ തിരിച്ച് ഇവിടെ നിന്നും ഒരു പോസിറ്റിവിറ്റി DFs കൊടുക്കണമെന്നും ആ പോസിറ്റിവിറ്റി കൊണ്ട് DMന് സ്റ്റേബിളായി വരാൻ സാധിക്കും എന്നും പറഞ്ഞിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ ഗൈഡൻസസ് കൃത്യമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന DFs ഉണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം എന്താ പറയുക, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായിട്ട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഞാൻ അവർക്ക് എന്താ പറയുക നൽകുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പെയിൻ അവരൊരുപാട് അതിന് വേണ്ടിയിട്ടൊരു പെയിൻ സഹിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നാൽ അവർക്ക് ആദ്യം ഒരു റൈറ്റ് സൈഡിലാണ് പെയിൻ വന്നത്, കാലിലും ഷോൾഡറിലൊക്കെയാണ് പെയിൻ വന്നത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി, പ്രത്യേകിച്ച് നമ്മൾ സോൾ ലെവലിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ DMൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി DFലേക്ക് വന്നപ്പോൾ DF ആ ഒരു പെയിൻ അനുഭവിച്ചു. എന്നിട്ട് ആ പെയിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ DF ഇവിടെ നിന്ന് ഒരു നല്ലൊരു പോസിറ്റിവിറ്റി എനർജി അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു DMന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്നും അത്രയും കണക്റ്റഡായ ഒരു വ്യക്തിയിൽ നിന്ന് നെഗറ്റീവ് എനർജി സ്വീകരിക്കുകയും അതേസമയം പോസിറ്റിവിറ്റി അങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ DF ആ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ ഒരു റൈറ്റ് സൈഡിലെ പെയിൻ വളരെയധികം കൂടുകയും പിന്നീട് ആ പെയിൻ ലെഫ്റ്റ് സൈഡിലേക്കും കൂടി ബാധിക്കുകയും ചെയ്തു. ഒരു ഡേ ഫുള്ളും DFസിന് ഭയങ്കരമായിട്ടുള്ള ബോഡി പെയിൻ ആയിരുന്നു. എന്നിരുന്നാലും ഗൈഡൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് DFs എല്ലാവരും കൃത്യമായിട്ട് പ്രയേഴ്സ് ചെയ്തു, ഓറ ചക്രാസ് ക്ലെൻസ് ചെയ്തു, ഓറ ലോക്ക് ചെയ്തു. പിന്നെ ഡേ ഫുള്ളും എൻഗേജ്ഡ് ആയിട്ടിരുന്നു. ഞാൻ പറഞ്ഞു ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അതെല്ലാം ഫോളോ ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടി കുറേ എഫേർട്ട് ഫിസിക്കലിയും മെൻ്റലിയും സോൾ ലെവലിലും ഒക്കെയും DFs എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് DM സ്റ്റേബിൾ ആവുകയും അവർക്കൊരു ആ ഒരു ചുറ്റുപാടിൽ നിലനിൽക്കാനുള്ളൊരു എനർജി കിട്ടുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ DFന് വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ഇത് ഡിവൈൻ്റെ ഭാഗത്ത് നിന്നും DFന് കൊടുത്തിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ് DF അതിനെ നേരിടുക എന്നുള്ളത്. ആ ഒരു പരീക്ഷണത്തിൽ ഈ DFs എല്ലാവരും, ഇത്രയധികം എഫേർട്ട് ഇട്ട DFs എല്ലാവരും വിജയിച്ചതിൻ്റെ ഫലമായിട്ട് DFസിന് ഒരു റിവാർഡും കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ വിജയിച്ച DFs ഈ 3D ഡയമെൻഷൻ, അതായത് 3Dയിൽ നിന്നും 3rd ഡയമെൻഷനിൽ നിന്നും 4th ഡയമെൻഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു തലത്തിലേക്കാണ് ആ DFs എത്തിയിരിക്കുന്നത്. അവിടെ പുതിയ പല കാര്യങ്ങളും കാണാനും കേൾക്കാനും അറിയാനും ഒക്കെയുണ്ട്. അപ്പോൾ ആ ഒരു ഡയമെൻഷനിൽ ഗോഡിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന മെസ്സേജസ് പോലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോലും കഴിയാത്തവണ്ണം വളരെ ഹെവിയാണ്. ഞാൻ ഇന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് പോലും എന്നാൽ കഴിയും വണ്ണമാണ് ഞാനത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു ഡയമെൻഷനിലേക്ക് എത്തിയതിൻ്റെ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം മനസ്സിലാക്കുകയല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. നമ്മൾ 3Dയിൽ നിന്ന് എങ്ങനെയാണോ ഡിറ്റാച്ച്ഡ് ആയിട്ട് 4Dയുടെ തുടക്കത്തിലെത്തി നിൽക്കുന്നത്,
അതുപോലെ തന്നെ നമുക്ക് 4Dയും കടന്ന് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ യാത്ര വിജയിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങളിപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ DFS എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാനും മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4Dയിലേക്ക് എല്ലാ DFSും എത്തിയിട്ടില്ല. 4Dയിലേക്ക് എത്തപ്പെട്ട DFSൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അവർ ഒരു എന്താ പറയുക, അവർക്ക് അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം. ഏതൊക്കെ DFS ആണ് 4Dയിൽ എത്തിയിട്ടുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് സംസാരിക്കാം. പിന്നെ ഇതേ സമയം തന്നെ DM-ലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. DM-ന് ആ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മുടെ DFSൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുകയാണ്. എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല DFSൻ്റെ എഫേർട്ട്. അത് ഡിവൈൻ ആ ഒരു അവരുടെ എഫേർട്ടിന് കൊടുത്തൊരു റിവാർഡാണ് 4D എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ പേഴ്സണലി ഞാനും എല്ലാ DFSനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പുതിയൊരു ഡയമെൻഷനിലേക്ക് എത്തിയ എല്ലാ DFSനും എൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ട് എല്ലാ കൺഗ്രാറ്റ്സും അറിയിക്കുന്നു. അതുപോലെ ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും എഫേർട്ട്, നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ മാനിച്ചേ മതിയാവുകയുള്ളൂ. ആ എഫേർട്ടിനും ഒരു ബിഗ് സല്യൂട്ട്. പിന്നെന്താണ്, നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ആ വീഡിയോയിൽ 4Dയിലെ 4th ഡയമെൻഷനിൽ എത്തിയ DFSൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് 4th ഡയമെൻഷനിലെ കാര്യങ്ങളെ സംസാരിക്കാം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. മെസ്സേജസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് പേര് വാട്സാപ്പിലും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് DFSൻ്റെ കറണ്ട് എനർജി, DM-ൻ്റെ കറണ്ട് എനർജി എന്നൊക്കെ പറയുന്ന വീഡിയോ കണ്ടപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ ഈ ജേണി, അവരാകെ ഇതായി നിൽക്കുവാണ്, ഭയന്ന് നിൽക്കുവാണ്, ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് മനസ്സിലായി. ഇപ്പോൾ എന്താണ് റിലവൻ്റ് അത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്തു പോരുന്നത്. നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറി കമൻറ്റിലിടാതെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്ന് സിമ്പിളാക്കി അതിൽ കൊടുത്തിരുന്നാൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ഒരു പെയ്ഡ് സെഷൻ ബുക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടതാണ്. ഓക്കെ, പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഹോൾ സ്റ്റോറി, നിങ്ങളുടെ നെഗറ്റിവിറ്റി ഒന്നും എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. ഇപ്പോൾ ഞാനൊരു കമൻ്റ് ഇട്ട് പോയി, ആ കമൻറ്റ് ഇപ്പോൾ മറ്റൊരാൾ വായിക്കുന്നു, അടുത്ത ആൾ വായിക്കുന്നു, അങ്ങനെ ഓരോരുത്തർ വായിക്കും തോറും നിങ്ങളുടെ ആ കഥ അങ്ങ് സ്ഥായിയായി മാറുകയാണ്. അതിന് കുറച്ചുകൂടെ സ്ട്രെങ്താണ് നിങ്ങൾ കൊടുക്കുന്നത്. ഒരിക്കലും ഇവിടെ നിന്നല്ല, ഒരു ചാനലിലും ഒരിടത്തും പോയിട്ട് നിങ്ങളുടെ സ്റ്റോറി ഇങ്ങനെ എഴുതിയിടരുത്. അത് ആരൊക്കെ എത്രയോ പ്രാവശ്യം വായിക്കുന്നു അത്രയും അത് സ്ട്രോങ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്നിലും ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുക, എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതല്ല അത്രയും പേഴ്സണൽ മാറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യുക. എനിക്ക് മറുപടി തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മറുപടി തരും, അല്ലെങ്കിൽ ഒരു പെയ്ഡ് സെഷൻ എടുക്കേണ്ടതായിട്ട് വരും. പെയ്ഡ് സെഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ക്യാഷ് പോകും എന്ന് കരുതിയിട്ടാണെങ്കിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സെഷൻ വേണം, എനിക്ക് സെഷൻ ഉപയോഗപ്പെടും എന്ന് ഉറപ്പുള്ളവർ മാത്രം അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.